എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. വളരെ വളരെ ത്രില്ലിംഗ് ആയ ഒരു വാർത്തയുമായാണ് ഇന്ന് പത്രങ്ങളൊക്കെ ഇന്നലെ മുതൽ തന്നെ നമ്മുടെ TV ചാനലുകൾ മുഴുവനും ഇതിന്റെ പിന്നാലെയായിരുന്നു. ഒരു അറ്റം ബോംബ് വീണിരിക്കുന്നു. അറ്റം ബോംബ് ചീറ്റിപ്പോയി. പക്ഷേ നമ്മുടെ പത്രക്കാർക്ക്, കാരണം ഇത് BJP ഗവൺമെന്റിനെതിരായ, നരേന്ദ്രമോദിക്കെതിരായ രാഹുൽ ഗാന്ധി ഇട്ട ഒരു ബോംബാണ്. അണുബോംബ് എന്നൊക്കെയാണ് പറയുന്നത്, ആറ്റം ബോംബ് ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അവസാനം നമ്മളിപ്പോ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ആറ്റം ബോംബില് ഈ കരിഞ്ഞു പോയ രാഹുൽ ഗാന്ധിയുടെ മുഖമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ബോംബ് ഇട്ട് ഓടാന്ന് വിചാരിച്ചതിന്, പക്ഷെ ബോംബിൽ ആകെ കരുവാളിച്ചു പോയത്, കത്തി കരിഞ്ഞു പോയത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ നമ്മുടെ ഈ മണ്ടന്മാരായ കുറെ TV ചാനലുകൾ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ് പോലെ, റിപ്പോർട്ടർ പോലെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, നമ്മുടെ മീഡിയ വൺ, മനോരമ, മാതൃഭൂമി, അതായത് മുഖ്യധാര ചാനലുകൾ മുഴുവൻ, കൈരളിയെ ഉൾപ്പെടുത്താം. പക്ഷെ കൈരളി അത്രക്കില്ല എന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഞാൻ ദേശാഭിമാനി പത്രമേ കണ്ടിട്ടുള്ളൂ, കൈരളി ചാനൽ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ മറ്റെല്ലാ ചാനലുകളും ഞാൻ നോക്കിക്കഴിഞ്ഞു. അപ്പൊ എല്ലാം ഇങ്ങനെ, അതായത് ഇപ്പം നരേന്ദ്രമോദി ഇതാ രാജിവെക്കാൻ പോകുന്നു ആ മട്ടിലാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ, നമ്മുടെ സുപ്രീം കോടതി നരേന്ദ്രമോദിയെ പുറത്താക്കാൻ പോകുന്നു. ഓർമ്മയുണ്ട് നമുക്ക് പണ്ട് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പ്രഖ്യാപിച്ചത്. അതേപോലെ ഒരു സംഭവം ഇതാ വരാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ എന്നല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ, മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഈ തോന്നിവാസം, രാഹുൽ ഗാന്ധിയുടെ ഈ ആന മണ്ടത്തരം, വിടുവായത്തരം, കോമാളിത്തരം, പിരാന്ത് പറച്ചിൽ, അതാണ് നടത്തിയത്. ഞാൻ പറയാം എന്തുകൊണ്ട്, എങ്ങനെ എന്ന് പറയാം. അതിനു മുമ്പ് പതിവ് പോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് മലയാള മനോരമ. ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, അതായത് മോദി വിരോധം, പ്രധാനമന്ത്രിയോടുള്ള വിരോധം, BJP-യോടുള്ള വിരോധം, RSSനോടുള്ള വിരോധം, ഹൈന്ദവരോടുള്ള വിരോധം, അതൊക്കെ മലയാള മനോരമ തീർക്കുകയാണ്. ഇതാ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നെന്ന് രാഹുൽ ഗാന്ധി പറയാണ്, അട്ടിമറി നടന്നു, വോട്ട് കൊള്ള എന്നാണ് തലക്കെട്ട്. വോട്ട് കൊള്ള, ഇതാ തെളിവ്. ഇൻവെർട്ടർ കോമന്റ് ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയാണ്, വോട്ടുകൊള്ള ഇതാ തെളിവ്. മനോരമയുടെ തലക്കെട്ടല്ല, ഇത് രാഹുലിന്റെ വാക്കുകളാണ്. അതായത് മനോരമയുടെ വാക്കുകളല്ല, രാഹുലിന്റെ വാക്കുകളാണ്. ഇനി അതിന്റെ ഹൈലൈറ്റ്സ് ആണ്. BJP-ക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചു എന്ന് രാഹുലിന്റെ ആരോപണമാണ് കേട്ടോ. ഇതാ തെളിവ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് രാഹുലിന്റെ ആരോപണം. മണ്ടൻ, ഇമ്മാതിരി ഒരു മണ്ടൻ. ഞാൻ ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് ആലോചിച്ചിട്ട്, എന്റെ മക്കളെ, നിങ്ങൾക്കൊരു നല്ല നേതാവില്ലല്ലോ, ഒരു പപ്പു മോനും പിങ്കി മോളും. ഈ രാഹുൽ ഗാന്ധി എത്ര കാലമായി എന്ന് പറയോ ഇങ്ങനെ അബദ്ധങ്ങള്, വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നതെന്ന് പറയോ, ഇയാളുടെ ഉപദേശകന്മാരുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഉപദേശകന്മാര് ഇയാളെ നശിപ്പിക്കുകയാണെന്നാ തോന്നുന്നത്. ഒരു ഇമേജ് വേണ്ടേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോഴേ, പ്രത്യേകിച്ചും BJP പോലെ അതിശക്തമായ, നരേന്ദ്രമോദി പോലെ, അമിത്ഷാ പോലെ കരുത്തന്മാരായ നേതാക്കന്മാരുള്ള ഒരു ഭരണകക്ഷി പാർട്ടിക്ക് മുമ്പിൽ ഈ കോമാളി പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണം ഈ നാട്ടിലെ, ഈ രാജ്യത്തെ വോട്ടർമാരെ മുഴുവൻ അപഹാസ്യരാക്കുകയാണ്. ഇവിടുത്തെ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടാണ്, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടാണ് BJP-യെ അധികാരത്തിലെത്തിച്ചത്, കോൺഗ്രസിനെ തോൽപ്പിച്ചത് ഇവിടുത്തെ വോട്ടർമാരാണ്. മനോരമ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പൊതു തിരഞ്ഞെടുപ്പ് ഫലം BJP-ക്ക് അനുകൂലമാക്കാൻ, ശ്രദ്ധിക്കണേ, പൊതു തിരഞ്ഞെടുപ്പ് ഫലം BJP-ക്ക് അനുകൂലമാക്കാൻ, അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം BJP-ക്ക് അനുകൂലമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള, ഇൻവെർട്ടർ കോമന്റ് ഉള്ളിലാണ്, വോട്ട് കൊള്ള നടത്തി എന്ന ആരോപണത്തിന് തെളിവും കണക്കും പുറത്തുവിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി.
രാഹുൽ ഗാന്ധി ഈ തെളിവുകള് മുഴുവൻ പുറത്തുവിട്ടത് എവിടെയാണെന്നറിയോ? ഡൽഹിയില് കോൺഗ്രസ് ആസ്ഥാനത്ത് പത്രലേഖകരുടെ മുന്നിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഇങ്ങനെയാണോടോ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതേപോലെ തട്ടിപ്പും വെട്ടിപ്പും വോട്ടുകളെയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കോടതികളുണ്ടല്ലോ, കോടതികളിലേക്ക് പോകാൻ നിങ്ങൾക്ക് പേടിയാണ്. ഈ നാട്ടിലെ സർവ്വ കോടതികളും താങ്കളെ കാണുന്നത് ഒരു ഇന്ത്യ വിരുദ്ധൻ, ഒരു രാജ്യവിരുദ്ധൻ, കോമാളി. എത്ര തവണ ഈ നാട്ടിലെ കോടതികൾ താങ്കളെ വിമർശിച്ചു ഇല്ലേ? ശരിയല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതികളെ പേടിയാണ് നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങള് ഇമാതിരി കുറെ കോപ്പിരാട്ടി പരിപാടികളുമായിട്ട്, ഉഡായിപ്പ് പരിപാടികളുമായിട്ട് വരും. നിങ്ങളെ എന്നിട്ട് കൊട്ടിപ്പാടാൻ കുറെ മാധ്യമ പ്രവർത്തകര്, ഇവരൊക്കെ നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടൊന്നല്ല ചെയ്യുന്നത്. കാരണം ഇവിടെ BJPയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊക്കെ ഉള്ള ഒരു എതിർപ്പ്, നിങ്ങൾ പറയുന്ന എല്ലാ കോമാളിത്തവും കൈയടിച്ച് പ്രോത്സാഹിക്കുക. നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ എന്തോ വലിയ ആധികാരികതയുണ്ട് എന്ന്. എടോ, തെളിവുണ്ട്, കോടതി പോടോ. അല്ല, മനസ്സിലാവേണ്ടി ചോദിക്കാണ്. ഇത്രയും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോണ്ടപ്പാ. പിന്നെ മറ്റൊന്ന്, ഇത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ്. എന്റെ മനുഷ്യ, ഇവിടുത്തെ സാധാരണ കുട്ടികൾക്ക് പോലും അറിയാം നിങ്ങൾ പറയുന്നത് ശുദ്ധ കള്ളത്തരാണെന്ന്. ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമില്ലേ? ഒരു തിരഞ്ഞെടുപ്പ്, ഏത് തിരഞ്ഞെടുപ്പായിക്കോട്ടെ, അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പോ, ഏത് തിരഞ്ഞെടുപ്പായിക്കോട്ടെ, തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊട്ട. കേൾക്ക്, ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കും, ഒരു കരട് വോട്ടർ പട്ടിക ആദ്യം തയ്യാറാക്കും കേട്ടോ. ഈ കരട് വോട്ടർ പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കും. എന്നിട്ട് ഇതിലുള്ള അപാകതകൾ, ഇതില് പേരുകൾ കൂട്ടിച്ചേർക്കാൻ, പേരുകൾ വെട്ടാൻ, ഇതിലുള്ള എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സകലമാന രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് കൊടുക്കും. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഈ കരട് വോട്ടർ പട്ടിക പരിശോധിക്കാം. കുറെ ദിവസങ്ങൾക്കും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ, ആഴ്ചകൾക്കല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇത് പരിശോധിച്ച് ഇതില് എന്താ പറയാ, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ, ഇതൊക്കെ ചെയ്തിട്ടാണ് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇനി അതും പരിശോധിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള അന്തിമ വോട്ടർ പട്ടിക വന്നാലും പ്രസിദ്ധീകരിച്ചാലും അതിന്റെ മേലെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതികളുമായി ചെല്ലാം. അത് പരിഹരിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു ഇന്റൻസീവ് സംവിധാനമുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞു വിചാരിക്കാം, വോട്ടെടുപ്പ് ദിവസം ഓരോ ബൂത്തിലും ഇവരുടെ ഏജന്റുമാരുണ്ടാവില്ലേ? എല്ലാ ബൂത്തുകളിലും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുണ്ടാകും. ഇവിടെ വരുന്ന കള്ള വോട്ട് പിടിക്കാൻ, ഇവിടെ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് പിടിക്കാൻ, ഇതിൽ ക്രമരാഹിത്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഈ ബൂത്ത് ഏജന്റുമാർക്ക് പറ്റില്ലേ? ഇനി അതും പറ്റില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞു, വിധി വന്നു. 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ന്യായമായ ഈ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഈ വിജയത്തെക്കുറിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനകം നിങ്ങൾക്ക് പരാതിപ്പെടാം, കേസ് കൊടുക്കാം. ഇതൊന്നും ചെയ്യാതെ ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നിരുന്നും കണ്ട് ഇമാതിരി തോന്നിയസം പറയാം. ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊക്കെ നമുക്കൊക്കെ ഉള്ള ഒരു വൈകാരിക അടുപ്പുണ്ട്. നമ്മൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരനോ അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഇല്ലാത്ത ആളൊക്കെ ആയിക്കോട്ടെ, പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവുമായി അത്രമാത്രം അടുത്ത് പ്രവർത്തിക്കുന്ന, അടുത്ത് ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. എത്ര മഹത്തായ നേതാക്കന്മാർ. എന്നിട്ട് ഇപ്പൊ ഒരു വിവരവും ഇല്ലാത്ത ഒരു പോങ്ങൻ പപ്പുമോൻ
പണ്ട് EVM മെഷീനെ കുറിച്ചായിരുന്നു പരാതി. എല്ലാവർക്കും അറിയാലോ, EVM മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആകെ പ്രശ്നമാണ്, ഇതുള്ളത് കൊണ്ടാണ് വിജയിക്കുന്നത്. ഈ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. BJP അതിദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വിജയിച്ചാൽ പ്രശ്നമില്ല, കോൺഗ്രസ് വിജയിച്ചാൽ ഒരു പ്രശ്നമില്ല. കോൺഗ്രസ് വിജയിച്ചാൽ അത് വളരെ ന്യായമായ തെരഞ്ഞെടുപ്പ്. BJP വിജയിച്ചാൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം. അവസാനം സുപ്രീം കോടതി എടുത്ത് ഓടിച്ചു. ഈ പാരിസരത്ത് കണ്ടുവരുന്നെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു ഈ പാരിസരത്തേക്ക് ഇതും പറഞ്ഞുകൊണ്ട് വരരുത് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള വെട്ടിപ്പോ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളോ ഒന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടന്നിട്ടില്ല, നടക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ EVMന്റെ പിന്നാലെ ഓടാൻ പറ്റില്ല. അവസാനമാണ് ഈ പറയുന്ന ഒരു പൂഴിക്കടകൻ പൂഴിയെടുത്ത് കണ്ട് എറിയാണ്. എന്റെ മോനെ, പണ്ടത്തെ പോലെ അല്ലപ്പോ. ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. ഈ മാത്രമല്ല, ഈ മലയാള മനോരമ ഭയങ്കര ഇത്രയും ആവേശത്തില് ഇങ്ങനെ ഒരുപാട് വാർത്ത ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. നമുക്ക് വളരെ തമാശയാണിത്. ഇത് ഒരേ വോട്ടർമാരെ പല ബൂത്തുകളിൽ എത്തിച്ചും കള്ളമേൽവിലാസം ഉപയോഗിച്ചും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരേ വോട്ടർമാരെ പല ബൂത്തുകളിൽ എത്തിച്ചും കള്ളമേൽവിലാസം ഉപയോഗിച്ചും കന്നി വോട്ടർമാരെ ചേർക്കുന്ന നടപടിയിൽ ക്രമക്കേട് നടത്തിയുമാണ് അട്ടിമറി എന്നാണ് ആരോപണം. വോട്ട് കൊള്ളയിലൂടെ 33,000 വോട്ടുകൾക്ക് താഴെ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച 25 മണ്ഡലങ്ങളുണ്ടെന്നും. അതിലെന്താ അത്ര പ്രശ്നം? 33,000 വോട്ടിന് താഴെ വോട്ട് കിട്ടിയ എന്തത്ര മോശമാണ്? 33,000 വോട്ടിന് താഴെ വോട്ട് കിട്ടിയതൊക്കെ സംശയാസ്പദമാണെന്നാ പറയുന്നത്. 33,000 വോട്ടുകൾക്ക് താഴെ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച 25 മണ്ഡലങ്ങൾ ഉണ്ടെന്നും ഇതില്ലായിരുന്നുവെങ്കിൽ മോദിക്ക് ഭരണം നഷ്ടപ്പെടുമായിരുന്നു എന്നും രാഹുൽ പറഞ്ഞു. എന്റെ പൊട്ട മരപ്പൊട്ട, ഇതൊക്കെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയാടോ. ഈ കോൺഗ്രസിൽ വിവരമുള്ള ആൾക്കാരൊന്നുമില്ലേ? ഈ മരപ്പൊട്ടനോട് മിണ്ടാതിരിക്കാൻ പറയണ്ടേ? അതായത് BJPക്ക് 33,000 വോട്ടിന് താഴെ കിട്ടിയതൊക്കെ സംശയാസ്പദമാണ്. അങ്ങനെയുള്ള ഒരു 25 മണ്ഡലങ്ങളുണ്ട്. ആ 25 മണ്ഡലങ്ങളിലും വിജയിക്കേണ്ടത് തങ്ങളാണ്. അങ്ങനെ അതിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളായിരുന്നു രാജ്യം ഭരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അഴിമതിയൊക്കെ കാണിച്ച് രാജ്യം ഭരിക്കായിരുന്നല്ലോ. കഴിഞ്ഞ മോദി ഭരണം ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ 11 വർഷമായി പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഇല്ലാതെയാണ് രാജ്യം സാമ്പത്തിക പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രംപ് വരെ കണ്ണുരുട്ടിയിട്ട് മോദി കുലുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ തീരുവ, ഞാൻ അതിലേക്കൊക്കെ വരാം, ഈ മോദി തീരുവ അങ്ങനെ കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വളർച്ചയാണ് ട്രംപിനെ ഭയപ്പെടുത്തുന്നത്. കാരണം മോദി പുതിയൊരു അച്ചുതണ്ട് രൂപീകരിക്കാൻ പോവുകയാണ്. ട്രംപൊക്കെ വിറയ്ക്കും. ട്രംപിനോടുള്ള വിധേയത്വമൊന്നും അല്ല മോദിക്കുള്ളത്. മോദി വളരെ കൃത്യമായി ഇതാ ചൈനയിലേക്ക് പോകുന്നുണ്ട്. പുടിനുമായി വളരെ അടുത്ത സൗഹൃദമായി കഴിഞ്ഞു. പുതിയ തരത്തിലുള്ള ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പറയുന്ന പരിപാടികൾ മൊത്തം പോകും. ഇതിനുള്ള ഈ എന്താ പറയാ വെപ്രാളമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഞാൻ ഇതിൽ ട്രംപിലേക്ക് കടന്നതല്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഈ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോ പോകണം. അപ്പൊ രാഹുൽ ഒരു സ്പെസിഫിൻ എടുത്ത് ഏതാണെന്ന് അറിയോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തിയ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലം, അതായത് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തിയിരുന്നത്രേ. പക്ഷെ അവിടെ വിജയിച്ചത് ആരാണ്? BJP ആണ്. എന്റെ പൊന്ന് സഹോദര, നിങ്ങളെ കഴിഞ്ഞ തവണ നിങ്ങൾ കർണാടകയ്ക്ക് അവിടെ നിൽക്കട്ടെ, ബാംഗ്ലൂർ സെൻട്രലിലൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കാര്യം ഒന്ന് ഓർക്കണം. കഴിഞ്ഞ തവണ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എത്രയായിരുന്നു നിങ്ങളുടെ വിജയപ്രതീക്ഷ? കേരളം പിടിച്ചടക്കും, അല്ലെങ്കിൽ കേരളത്തിൽ 100 സീറ്റിൽ വിജയിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങളുടെ പ്രതീക്ഷ. എന്നിട്ട് എന്തായി? 99 സീറ്റില് പിണറായി ഇമ്മാതിരി തോന്നിയാസം കളിച്ച പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നു. മരപ്പൊട്ടന്മാരെ. അപ്പൊ ഇവിടെ പിണറായി ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിട്ടാണോ രണ്ടാം അധികാരത്തിൽ വന്നത്?
ഇത് ഈ ഒരു ലോജിക് അനുസരിച്ചാണെങ്കിൽ, അതായത് കർണാടകയിലെ ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് വിജയിക്കാൻ പോകുന്നത് എന്ന് ഇവരുടെ ഒരു ഇന്റേണൽ സർവേ ഉറപ്പ് നൽകിയിരുന്നു, അല്ലെങ്കിൽ അവര് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ BJP ജയിച്ചു. അപ്പോൾ BJP അവിടെ അട്ടിമറി നടത്തി, BJP അവിടെ കള്ളവോട്ട് ചെയ്തു, അല്ലെങ്കിൽ BJP അവിടെ കള്ളത്തരം കാണിച്ചു. ഇതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നു. ഇതാണ് നിങ്ങൾ പറയുന്നത്. ഇതേ ലോജിക് ആണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള 2021 തെരഞ്ഞെടുപ്പിൽ നിങ്ങളായിരുന്നല്ലോ ഇവിടെ മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തുന്നിച്ച് കുറെ നിങ്ങളുടെ മറ്റേ കുട്ടി കോൺഗ്രസുകാർ കൊങ്ങികൾ ഇവിടെ നടന്നിരുന്നല്ലോ, അല്ലേ? രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എമ്മാതിരി ആരോപണങ്ങളായിരുന്നു പിണറായിക്കെതിരെ ഇവിടെ ഉയർന്നിരുന്നത്, അല്ലേ? അവസാനം എന്തായി? അവസാനം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ ആരെങ്കിലും എന്ന് പറഞ്ഞത് കുറെ ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, അവിടെ കിടക്കട്ടെ. ഞാൻ ആരെങ്കിലും എന്ന് ഉദ്ദേശിച്ച ഈ കോൺഗ്രസ്സുകാരെയാണ്. കോൺഗ്രസ്സുകാർ ഉദ്ദേശിച്ചത് ഇമ്മാതിരി തോൽവി നിങ്ങൾക്ക് സംഭവിക്കുന്നത്. പൊട്ടിയില്ലേ 99 സീറ്റും കൊണ്ട് പിണറായി സർക്കാർ ഇതാ ചക്കായിട്ട് അഴിമതി ദൂർത്ത് നെറികേട് ഭരണം നടത്തുന്നത്. നിങ്ങളല്ലേ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം. പറ രാഹുൽ, അതും കൂടി പറയേണ്ടിയിരുന്നു. കേരളത്തിലും ഇതേപോലെ ഇലക്ഷൻ കമ്മീഷൻ ആരെ സഹായിച്ചു? പിണറായി സഹായിച്ചു. ഞങ്ങളായിരുന്നു വിജയിക്കേണ്ടത്. കേരളത്തിൽ ഞങ്ങളായിരുന്നു വിജയിക്കേണ്ടത്. പിണറായി വിജയനും ഇതാ വിജയിച്ചിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇവിടെയും കൃത്രിമം കാണുന്നു. പറയണ്ടേ പൊട്ട? ഇമ്മാതിരി ഞാൻ വീണ്ടും പറഞ്ഞേ എനിക്കാണ് നാണക്കേട്. എന്നിട്ട് പറയാണ് രാഹുലിന്റെ ആരോപണം 8 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ, അതായത് ബാംഗ്ലൂർ സെൻട്രലില്, അതായത് കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന സെൻട്രൽ ബംഗളൂരുവില് 8 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ 7ഇടത്തുമായി കോൺഗ്രസിന് 82,000 വോട്ടാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ആയിക്കോട്ടെ. എന്നാൽ മഹാദേവപുര എന്ന മണ്ഡലത്തിൽ മാത്രമായി BJPക്ക് 1.14 ലക്ഷം ഭൂരിപക്ഷം ലഭിച്ചു. അതിലെന്താണ് മനസ്സിലാകുന്നില്ല. അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ 8 നിയമസഭാ സെഗ്മെന്റിൽ 7 സെഗ്മെന്റിലും കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചു. ഒരു സെഗ്മെന്റിൽ മാത്രമാണ് BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. പക്ഷെ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ബാക്കിയുള്ള 7 മണ്ഡലങ്ങളിലെ കോൺഗ്രസിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് ആ ഒരു മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് BJP ജയിക്കല്ലോ. BJP അവിടെ ഏതാണ്ട് 32,000 വോട്ടിന് ജയിച്ചു. അവിടെയാണ് തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, വോട്ടുകൾ നടത്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് സുഹൃത്തെ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പൊട്ടനായി പോയെങ്കിൽ ഇപ്പൊ ഞങ്ങളെ കുറ്റാണോ? നരേന്ദ്രമോദിയുടെ കുറ്റാണോ? ഇലക്ഷൻ കമ്മീഷന്റെ കുറ്റാണോ? മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമാന പ്രതിസന്ധി ഉണ്ടായെന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ പോകുന്നു. ഇനി ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? തെളിവ് ആവശ്യപ്പെട്ട് കമ്മീഷൻ. ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി കത്തിപ്പോയിന്ന്, കരിഞ്ഞുപോയിന്ന്. കാരണം ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, മോനെ കുട്ടാ, ഈ എവിടെയെങ്കിലും പോയിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കാരെ വിളിച്ച് ഇതാ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനിൽ ഇമാതിരി തകരാറുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന പകരം കൃത്യമായ രേഖകളോടെ ഞങ്ങൾക്ക് പരാതി മോനെ, ഞങ്ങൾ അന്വേഷിക്കാം. ആ പരാതി എങ്ങനെ കള്ളപ്പരാതി ആണുണ്ടല്ലോ, കിടക്കേണ്ടി വരും അഴിക്കുള്ളിൽ. സത്യവാങ്മൂലം സഹിതം പരാതി താടോ രാഹുലെ, അന്വേഷിക്കാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. രാഹുൽ മിണ്ടിയിട്ടില്ല. വിറച്ചു പോയി. അറ്റം ബോംബ് പുകയായി പോയി. കാരണം അവിടെ കൃത്യമായ രേഖകൾ സഹിതം ഇതൊന്നും BJP ഉണ്ടാക്കിയ നിയമങ്ങളല്ല കേട്ടോ. ഇതൊന്നും BJP ഉണ്ടാക്കിയ നിയമങ്ങളല്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ പറഞ്ഞത്. പോയി കണ്ട് കൊണ്ടുപോവാം, സത്യവാങ്മൂലത്തിൽ ആദ്യം തന്നെ ഒപ്പിട് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് വാ. അല്ലാതെ ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ച് കുറെ പൊട്ടന്മാരായ പത്രക്കാരെ വിളിച്ചു വരുത്തി ഇമാതിരി പത്രങ്ങളിലൊക്കെ ഇമാതിരി തലക്കെട്ടോടെ വോട്ട് കൊള്ള. ഇതാ തെളിവ് ആവശ്യപ്പെട്ട് കമ്മീഷൻ ആരോപണങ്ങൾക്ക് ചട്ടപ്രകാരം സ്വയം സാക്ഷ്യപ്പെടുത്തി. അതാണ് പ്രധാനം. ആരോപണങ്ങൾക്ക്
ചട്ടപ്രകാരം സ്വയം സാക്ഷ്യപ്പെടുത്തി തെളിവ് നൽകാൻ ഹരിയാന, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. മോനെ, ഇമ്മാതിരി തോന്നിയാസം ചെയ്യരുത്, കൊണ്ടാ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് കൊണ്ടുപോവാ നിന്റെ പരാതി നോക്കട്ടെ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി തുടങ്ങാനാണ് ഇതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, നമുക്ക് നോക്കാലോ. വാ, തെളിവ് നൽകുന്നില്ലെങ്കിൽ അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിച്ച ആളുകളെ സംശയമുന്നയിൽ നിർത്തുന്നത് അവസാനിപ്പിക്കണമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. തെളിവ് നൽകുന്നില്ലെങ്കിലേ ഇമാതിരി തോന്നിയാസം ഇവിടെ മുക്കിന് പത്രസമ്മേളനം വിളിച്ച് മോദിക്കെതിരെ മോദി കള്ളനാണ്, മോദി വേടനയും കൂട്ടിക്കോ, ഒരു പാട്ടും പാടിച്ചോ വേടനെ കൊണ്ട്, അപ്പം നീറ്റായി. എന്നിട്ട് സംശയങ്ങൾ ഉയർത്തുക. ഈ വോട്ട് ചെയ്ത ആൾക്കാരെ മുഴുവനും അപഹസിക്കുക, പരിഹസിക്കുക, ഉളുപ്പിലിടും. പൊതുസമക്ഷം പറഞ്ഞതിനെ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയതായി പരിഗണിക്കാനും തന്റെ ആരോപണങ്ങളെ കമ്മീഷൻ നിരാകരിക്കുകയല്ല ചെയ്തത് എന്നത് കൗതുകരമാണെന്നും രാഹുൽ പറഞ്ഞു. പൊട്ടം പറയാണല്ലോ, തെളിവ് അവിടെ കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ വേണം എതിർത്തോന്ന് എന്ന് പറഞ്ഞ കമ്മീഷൻ വന്നും കണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ തെളിവായിട്ട് എടുത്തോ, അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തോൽവി സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് മുഴുവനും കള്ള കഥയാണെന്ന് ഈ കള്ള ബടുക്ക് സൂറിയാണല്ലോ. കഷ്ടം. അവസാനം BJPക്കാർ എന്താ പറയാറിയോ? നാണം കെട്ട നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് രാഹുലിൽ നിന്നുണ്ടായതെന്നും ഇതിന്റെ പേരിൽ ജനങ്ങൾ രാഹുലിനെ വീണ്ടും നിരാകരിക്കുമെന്നും BJP പ്രതികരിച്ചു. ഇപ്പൊ തന്നെ നിരാകരിച്ച് കഴിഞ്ഞ് ഈ പൊട്ടൻ മരപ്പൊട്ടനാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. മാത്രമല്ല വേറൊന്ന്, ഈ കർണാടകയിലെ കാര്യമാണ് ഈ പൊട്ടൻ പറയുന്നത്. ഈ പൊട്ടൻ അറിയില്ല, ഈ കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതായത് 2024 നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തെ കർണാടക ഭരിച്ചിരുന്നത് BJP അല്ല മോനെ. കർണാടക ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് അധികാരപ്പെടുത്തിയ ഇലക്ട്രൽ ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസിന്റെ ആധിപത്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എന്താ പറയാ ലിസ്റ്റ് ചെയ്ത ഇലക്ട്രൽ ഉദ്യോഗസ്ഥന്മാർ അവർ നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെയാണ് ഈ വോട്ട് കൊള്ളം നടത്തിയെന്ന് പറയുന്നത് ഈ പൊട്ടൻ. ഒന്ന് ആലോചിച്ചോളൂ നിങ്ങൾ. അതാണ് ഇങ്ങനെ മലയാള മനോരമ ഇങ്ങനെ ഇതാ ആഘോഷിച്ചത്. ഞാൻ ഇത് ഈ ഒരു ഇഷ്യൂ മാത്രം വ്യത്യസ്ത പത്രങ്ങൾ എങ്ങനെ നൽകി എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്കൊക്കെ നമുക്ക് പിന്നെ പോകാം. ഇനി ഇത് കേട്ടിട്ട് തുള്ളിച്ചാടുന്ന ഒരു പത്രം ഉണ്ടേ, ഇതാ മാധ്യമം ഡെമോക്രസി എന്താണ് ഡിസ്ട്രോയിഡ് കാണുന്നില്ല. മോദിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് അണുബോംബുമായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. മാധ്യമത്തിന്റെ ഡക്കാണ് അണുബോംബുമായി രാഹുൽ ഗാന്ധി. അണുബോംബോലോ. വോട്ട് മോഷണത്തിലൂടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് രാഹുൽ. BJPയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും രഹസ്യധാരണ. ഇനി വേറൊന്ന് ചോദിക്കട്ടെ, ഈ BJPയും എന്താ പറയാ ഇലക്ഷൻ കമ്മീഷനുമായി രഹസ്യധാരണയാണ് എന്ന് വെച്ചോ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണല്ലോ. നരേന്ദ്രമോദിയുടെ ഒരു പ്രഭയിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. നരേന്ദ്രമോദി മത്സരിച്ച വാരണസിയില് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ എത്രയോ ചെറിയൊരു ശതമാനം ഭൂരിപക്ഷം മാത്രമേ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ കിട്ടിയ ആ ഒരു ഭൂരിപക്ഷത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും തരത്തിൽ ഈ BJPയുമായി മോദിയുമായി ഇവരെ സഹായിക്കാനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇവരാദ്യം ചെയ്യുക മോദിയുടെ വിജയം ഒന്ന് തിളക്കാക്കാൻ ശ്രമിക്കല്ലേ ചെയ്യുക. മോദി വാരണസിയില് ഒട്ടും തിളക്കമല്ലാത്ത രീതിയിലാണ് അവിടെ വിജയിച്ചത്. അതിന് തിളക്കം കൂട്ടാനായിരിക്കില്ലേ ഇവര് ശ്രമിക്കുക? അതെനിക്കൊന്ന് ആലോചിച്ചൂടെ പൊട്ട. ഇനി വേറൊന്ന്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ 2021 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 11 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന അന്ന് മുതൽക്കല്ലല്ലോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് വർഷങ്ങളോളം ഭരിച്ചിരുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയും രാഹുൽ ഗാന്ധിയുടെ അച്ഛനും മുത്തച്ഛനും
തറവാട്ടുകാരല്ലേ ഭരിച്ചിരുന്നത്, തറവാട്ടുകാരല്ലേ ആകെ ഭരിച്ച് കൊളമാക്കിയത്. അന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന, നിങ്ങൾ മാത്രം തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർമാരില്ലേ, ഇലക്ഷൻ കമ്മീഷൻ ഒരാള്, നിങ്ങൾ തീരുമാനിക്കുന്നവര്, നിങ്ങൾക്ക് പാദസേവ ചെയ്തവര്, നിങ്ങൾക്ക് ഒത്താശ ചെയ്തവര്, അന്ന് നിങ്ങൾ ഇതൊക്കെ കളിച്ചിട്ടുണ്ടാവും മോനെ. ഇപ്പൊ അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്നതല്ല. ഇന്നൊരു പ്രത്യേക ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. എന്നിട്ടാണ് ഈ കോമാളിത്തരം എഴുന്നള്ളിക്കുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങിയാലേ ശരിക്കും ലജ്ജ തോന്നുകയാണ്. നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ നമുക്ക് തോന്നേണ്ട ഒരു ആദരവ് വേണ്ടേ? ഈ പൊട്ടനിക്കാണ് പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്. പൊട്ടന്മാർക്കൊരു ഒരു എന്താ പറയാ അപഖ്യാതിയാണ് കേട്ടോ ഇയാള്, അപമാനമാണ്. ഇനി ബംഗളൂരു സെൻട്രലിൽ 1 ലക്ഷം വ്യാജ വോട്ടുകളിൽ നിന്നും ആരോപണം. അങ്ങനെ വോട്ട് കട്ടു എന്നാണ് തലക്കെട്ട്, മാധ്യമത്തിന്റെ തലക്കെട്ട് വോട്ട് കട്ടു എന്നാണ്. എന്നിട്ട് മാധ്യമം ഇങ്ങനെ, ഞാൻ പറയാൻ സമയമില്ല, മാധ്യമം ഇങ്ങനെ വളരെ വിശദമായി രാഹുലിന്റെ ആരോപണങ്ങൾ എങ്ങനെ കൊണ്ടാടുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു തമാശ ഉണ്ടായിട്ടോ. അതാണ് ഇവിടെ തൃശ്ശൂരിലും വ്യാപക ക്രമക്കേട്. വി എസ് സുനിൽകുമാർ പറയുന്നത്, തൃശ്ശൂരിലും ഇതേപോലെ സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇതേപോലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചിട്ടാണെന്ന്. അതായത് തൃശ്ശൂരിലും വ്യാപക ക്രമക്കേട് നടന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലഘൂകരിച്ച വ്യവസ്ഥകൾ മറ്റു മണ്ഡലങ്ങളിലുള്ളവരുടെ വോട്ടുകൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചേർക്കാൻ സഹായകമായതായും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും CPI നേതാവുമായ വി എസ് സുനിൽകുമാർ പറയുന്നു. അതായത് പൂങ്കുന്നം 30-ാം നമ്പർ ബൂത്തിൽ മാത്രം ഒറ്റത്തവണ കൊണ്ട് 281 വോട്ടാണ് പുതുതായി ചേർത്തത്. BJPക്കാർ പുതിയ വോട്ട് ചേർത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇലക്ഷനില് പുതിയ വോട്ടർമാരെ കണ്ടെത്തി പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കും. തങ്ങളോട് ആഭിമുഖ്യമുള്ള, BJPയോട് ആഭിമുഖ്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് പുതിയ വോട്ടർമാരെ കണ്ടെത്തി അവരെ കൃത്യമായി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ BJP വളരെ കൃത്യമായി ശ്രമിക്കുന്നു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എല്ലാവരും ഇവിടെ തലപ്പറ നടക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം തലപ്പത്ത് തന്നെ ഇങ്ങനെ ഒരു പൊട്ടനാണെങ്കിൽ ബാക്കിയുള്ള അംഗങ്ങളുടെ സ്ഥിതി പറയാനുണ്ട്, അല്ലെങ്കിൽ ഈ അനുയായികളുടെ സ്ഥിതി പറയാനുണ്ടോ? അതായത് തിരഞ്ഞെടുപ്പ് വരുമ്പോ, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പില് വോട്ടർ പട്ടികയുടെ കരട് പട്ടികയായി അതില് എന്തൊക്കെയാണ് തകരാറുകൾ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുന്നു, അതിലെ ഇരട്ടിപ്പുകൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി ചെയ്യുന്നത് BJP ആണ്. കാരണം BJP വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരമാവധി വാർഡുകളിൽ ഭരണം പിടിച്ചു പറ്റാൻ, പരമാവധി കോർപ്പറേഷനുകൾ, പരമാവധി നഗരസഭകൾ ഒക്കെ കൈക്കലാക്കാനുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞു. ഇവർ ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ പരമാവധി ആളുകൾ ചേർക്കുക എന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. CPM ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്, CPM ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ചെയ്യാറില്ല. പാലോട് രവി സത്യം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. പാലോട് രവി പറഞ്ഞ സത്യം എല്ലാവരും കേട്ടല്ലോ. നമ്മൾ ആൾക്കാർ ഇതൊന്നും ചെയ്യാറില്ല. എന്നിട്ട് അവസാനം പോയി കണ്ട് ഇങ്ങനെ ഓരോ എന്താ പറയാ വെട്ടി പൊട്ടിക്കുക. എന്നിട്ട് അത് അനുഭവം പാണെന്ന് പറയാൻ വേണ്ടി മാധ്യമത്തിന്റെ പോലുള്ള കുറെ പത്രങ്ങൾ, അങ്ങനെ മാതൃഭൂമി ഇതാ വോട്ടർ പട്ടികയിൽ കോൺഗ്രസിന്റെ അവിശ്വാസ വോട്ട്. കുറച്ചും കൂടി ഒരു കാവ്യാത്മക ഭംഗിയോടെയാണ് പറയുന്നത്. വോട്ടർ പട്ടികയിൽ കോൺഗ്രസിന്റെ അവിശ്വാസ വോട്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നിരത്തി രാഹുലിന്റെ ബോംബ്, അണുബോംബ് എന്ന് പറയുന്നില്ല, ബോംബിനെ പറയുന്നുള്ളൂ. കർണാടക മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ 1 ലക്ഷം വ്യാജ വോട്ട്. അതിലും ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തെളിവ് നൽകണം, രാഹുലിന് നോട്ടീസ്. ആരോപണം കരുതി കൂട്ടിയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് BJP. അങ്ങനെ നമ്മുടെ മാതൃഭൂമിയുടെ 1-ാം പേജാണിത്. മാതൃഭൂമിയും ആ രീതിയിൽ തന്നെയാണ്. വലിയ ആവേശമൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കേരള കൗമുദി 1-ാം പേജിൽ ഈ ട്രംപും മോദിയും തമ്മിലുള്ള ഈ തീരുവ ചുങ്കം സംബന്ധിച്ച കാര്യങ്ങളാണ് മെയിൻ സ്റ്റോറിയെ കൊടുത്തത്. വിരട്ടൽ വേണ്ട, ട്രംപിന്റെ തീരുവ വഴങ്ങില്ല എന്ന് മോദി. ഇതില് ഈ 1-ാം പേജില് ഇത് കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ പറയുന്ന ബോംബിട്ട കാര്യം, രാഹുലിന്റെ ബോംബിംഗ് കേരള കൗമുദി 1-ാം പേജിൽ കൊടുത്തിട്ടില്ല. പകുതി പരസ്യമാണ്. അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. കാരണം കേരള കൗമുദിക്ക് അത്യാവശ്യം ചിലപ്പോഴൊക്കെ കേരള കൗമുദിക്ക് ഈ ബുദ്ധി പ്രവർത്തിക്കാറുണ്ട്. കേരള കൗമുദിയുടെ 7-ാം പേജിലാണ് 7-ാം പേജിന്റെ മെയിൻ സ്റ്റോറിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി BJPക്കായി വോട്ട് ചോർത്തി. അങ്ങനെയാണ് പറയുന്നത്. വളരെ ഡീസന്റ് ആയിട്ട് കേരള കൗമുദി കാര്യം പറയുന്നത് കേട്ടോ. BJP ഇനി നമ്മുടെ ദേശാഭിമാനിയെ
ദേശാഭിമാനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശാഭിമാനിക്ക് ഇതങ്ങോട്ട് വിഴുങ്ങാനും പറ്റില്ല. വിഴുങ്ങിയ തൊണ്ടയിൽ തട്ടുകയെ, വിഴുങ്ങിയാൽ തൊണ്ടയിൽ തട്ടും. അതുകൊണ്ട് ഈ കേരളത്തിന് കനത്ത ആഘാതം എന്നുള്ള രീതിയിൽ മോദിയുടെ ഈ ഇരട്ട തീരുവ കാര്യത്തെക്കുറിച്ചാണ് മെയിൻ സ്റ്റോറി എഴുതുന്നത്. ഈ കാര്യം അത്രയൊന്നും പ്രധാനപ്പെട്ടതല്ലാത്ത രീതിയിൽ ഫോൾട്ടിന്റെ താഴെ ഒരു 3 കോളത്തിലാണ് കൊടുത്തത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി രാഹുൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി രാഹുൽ. ഒരു സാധാരണ ഒരു നനഞ്ഞ പടക്കം പോലെയാണ് ദേശാഭിമാനിയ വാർത്ത കൊടുത്തത്. അതിങ്ങനെയാണ്: 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ വോട്ട് മോഷണം നടന്നു എന്ന ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് മോഷണം നടന്നതിന്റെ കണക്ക് പുറത്തുവിട്ടു. ഇവിടെ 1,250,000 വ്യാജ വോട്ടുകൾ സൃഷ്ടിച്ച് BJP ജയിക്കുകയായിരുന്നു എന്ന് രാഹുൽ ആരോപിച്ചു. വളരെ വളരെ സോഫ്റ്റായി, ഒട്ടും ആവേശം കലരാതെ ദേശാഭിമാനിയുടെ ഈ കാര്യം. കാരണം പല കാര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന്, രാഹുൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ആ കാര്യം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയത് എങ്ങനെ എന്നതും കൂടി ഈ രാഹുലിന്റെ ഈ ആരോപണത്തിന്റെ മുനയിലുണ്ട് എന്ന ഒരു കാര്യം ഇവിടെ പരാമർശിക്കപ്പെട്ടേക്കാം. തെളിവ് ഹാജരാക്കണം കമ്മീഷൻ, ആ കാര്യം കൂടി വളരെ കളർഫുൾ ആയിട്ട് തന്നെ ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. തെളിവ് ഹാജരാക്കണം കമ്മീഷൻ. വോട്ട് മോഷണ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ ഒപ്പിട്ട സത്യവാങ്മൂലത്തിനൊപ്പം ആരോപണം സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ കൈമാറണമെന്നും കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. വളരെ, എനിക്ക് തോന്നുന്നു മറ്റു പത്രങ്ങളെക്കാളൊക്കെ വളരെ കൃത്യമായി രാഹുലിന്റെ മണ്ടക്കിട്ട് അടിച്ചത് ദേശാഭിമാനിയാണ് കേട്ടോ. ദേശാഭിമാനി രാഹുലിന്റെ മണ്ടക്കിട്ട് അടിച്ചു. ഇങ്ങനെയാണ്, ഞാൻ ഒന്നുകൂടി വായിക്കത്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് പറഞ്ഞത്. അതായത് വോട്ട് മോഷണ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ ഒപ്പിട്ട സത്യവാങ്മൂലത്തിനൊപ്പം ആരോപണം സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ കൈമാറണമെന്നും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിൽ തെറ്റായ മാർഗങ്ങളിലൂടെ ഉൾപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന വോട്ടർമാരുടെ വിശദാംശങ്ങൾ കൈമാറണം. തെളിവുകൾ സമർപ്പിച്ചാൽ നിയമാനുസൃതം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. പോലെ ഇനി തീരുമാനിക്കേണ്ടത് ആരാണ്? ഇനി തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധി എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.